ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. ഹോളിസ്റ്റിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മടിയൊക്കെ പിടിച്ച് കുറച്ചായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ടെങ്കിലും കണ്ടിന്യൂ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട. പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ വീടുകളിൽ നിറയെ പൂത്തുമ്പിയും പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുന്നില്ലേ? ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ തേനീച്ചയും പൂത്തുമ്പിയും തേൻതുമ്പിയും ഒക്കെ വരികയുള്ളൂ. വർഷത്തിൽ 365 ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, മെക്സിക്കൻ ഫ്ലൈം വെയിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 365 ദിവസവും പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ ഈ ചെടി ധാരാളം മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ അറിയാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഇന്ന് ഈ ചെടി സ്വന്തമാക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ, അതായത് ഡെലിവറി ചാർജ് പോലും ഇല്ലാതെ സ്വന്തമാക്കാൻ ഒരു അവസരം ലഭിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, ഈ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിൽ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ, അതായത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3-4 പേർക്ക് നമ്മൾ ഈ ചെടി ഫ്രീ ആയിട്ട്, ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ മെക്സിക്കൻ ഫ്ലൈം വെയിൽ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ നിറഞ്ഞ് പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ ഫ്ലൈം വെയിൽ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു തരത്തിലുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസറും കൊടുക്കാതെയാണ് ഇത് നിറയെ പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൂടി നൽകുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഇതുപോലെ ബഞ്ചസുകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഒരു കുലയിൽ ഇതുപോലെ 5-6 പൂക്കൾ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാകുന്നത്. എപ്പോഴും പൂക്കൾ കാണുകയും ചെയ്യും ഈ ചെടിയിൽ. പിന്നെ ഇതിൻ്റെ ഇലകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറോട് കൂടിയതാണ് ഇതിൻ്റെ ഇലകൾ. അപ്പോൾ അതേ പൂക്കൾ കണ്ടില്ലേ? അപ്പോൾ ഇത് വിരിയുന്ന അവസ്ഥയിൽ ഈ പൂക്കളൊക്കെ വിരിയുന്ന ആ അവസ്ഥയിൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളറും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് നല്ല ഒരു ഡാർക്ക് ഓറഞ്ച് റെഡിഷ് കളറിലോട്ട് മാറുകയും ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കളർ വ്യത്യാസവും ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ടായ ഫ്ലവറാണ്. ഈ ഒരു പൂവ് നോക്കുമ്പോൾ നമുക്ക് ആ കളർ വ്യത്യാസം നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. യാതൊരുവിധ കെയറിങ്ങിൻ്റെയും ആവശ്യം നമുക്കില്ല. ഈ പ്ലാന്റിന് വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല വെയിൽ വേണം. അതായത് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ ചെടി നിറഞ്ഞു പൂക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ ചെടി നടുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം കുറവാണെങ്കിൽ അവിടെ പൂക്കൾ കുറവായിരിക്കും. ഇതിങ്ങനെ ഇലച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, പക്ഷേ പൂക്കൾ ഉണ്ടാകില്ല. ഇനി നമ്മൾ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്താണ് നടുന്നതെങ്കിൽ നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട്. നിറയെ പൂക്കൾ ഇതുപോലെ കുലകളായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് വിരിഞ്ഞ് നാളെ കൊഴിഞ്ഞു പോകുന്ന പൂക്കളൊന്നുമല്ല കേട്ടോ ഈ പൂക്കൾ. ഇത് ഏകദേശം 2 ആഴ്ചയൊക്കെ കൊഴിയാതെ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ പൂക്കൾക്ക് ഇങ്ങനെ ആയുസുള്ളത് കൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കും. ഒത്തിരി നാൾ ഈ പൂക്കൾ ഇങ്ങനെ ഈ ചെടിയിൽ ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഈ ചെടിയെ നമുക്ക് എന്തൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, നല്ല അടിപൊളി ട്രെല്ലീസൊക്കെ കൊടുത്ത് നമുക്കിതിനെ വളർത്താം. അത് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യേണ്ടത്. കണ്ടില്ലേ? നല്ല ഒരു ട്രെല്ലീസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഈ ഒരു ചെടിയെ വളർത്താം. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിലും ഈ ഒരു പ്ലാന്റ് വളർത്താം. ഇനി അതല്ല, നമ്മുടെ നിലത്തൊക്കെ വെക്കുന്ന പോട്ടിലാണെങ്കിൽ നമുക്ക് വളർത്താം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം വാവട്ടം കൂടിയ പോട്ടിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ. നമ്മുടെ ഡെയ്സിയുടെ ഒക്കെ പോലത്തെ പൂക്കളാണ് ഈ ചെടികൾ. കണ്ടില്ലേ? അതുപോലത്തെ 1, 5, 6, 7 ഒക്കെ കുലകളായിട്ടുണ്ടാകുന്ന പൂക്കളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പൂവിന് തന്നെ ഒത്തിരി പെറ്റൽസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനുള്ള. നല്ല ഓറഞ്ച് കളറുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ ഇലയ്ക്ക് തന്നെ നല്ല ഒരു ബ്രൈറ്റ്നസ്സും ഒരു തിളക്കവും ഒക്കെ ഇലയ്ക്കും ഉണ്ട്. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പൂവൊക്കെ വാടില്ലേ ഈ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ടാകും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ തളിരുകൾ അവിടെ നിന്ന് ഉണ്ടായി വരികയും അതിൽ പുതിയ പുതിയ പൂക്കൾ കുലകളായിട്ട് വരികയും ചെയ്യും. മെക്സിക്കയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ജന്മദേശം. അതുകൊണ്ടാണ് ഇതിനെ മെക്സിക്കൻ ഫ്ലൈം വൈൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഈ ചെടിക്ക് ഓറഞ്ച് ഗ്ലോ വൈൻ എന്നൊരു പേരും കൂടിയുണ്ട്. നല്ല ഭംഗിയിൽ നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ ബ്രൈറ്റ് കളറായിട്ട് നിൽക്കുന്നത് കൊണ്ടാവും ഒരു പക്ഷേ ഇതിന് ഓറഞ്ച് ഗ്ലോ വൈൻ എന്നുകൂടി പേരുള്ളത്.
ഈ പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞാൽ അധികം നമ്മളെ കുത്തുന്ന പോലത്തെ മണമൊന്നുമല്ല, ഒരു ലൈറ്റൊരു മണം ഇത് വിരിഞ്ഞു വരുമ്പോൾ. അതുകൊണ്ടാണ് ഇത് പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ഒക്കെ ആകർഷിക്കുന്നതിൽ തേനും ഉണ്ടാകാറുണ്ട്. മെക്സിക്കൻ ഫ്ലൈം വൈൻ എന്ന് സിമ്പിളായിട്ട് വിളിക്കുന്ന ഈ ഒരു പ്ലാന്റിന് നല്ലൊരു സയന്റിഫിക് നെയിം ഉണ്ട്. എന്താണെന്നല്ലേ? സ്യൂഡോജിനോപ്സിസ് സ്കീനോപോയിഡോയിഡ്സ് എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം. പേര് കേട്ട് ആരും ഞെട്ടണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ മെക്സിക്കൻ ഫ്ലൈം വൈൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആസ്ട്രേസേ എന്ന ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. ആസ്ട്രേസേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ഒക്കെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത്. അതായത് ആസ്ട്രേസേ എന്ന ഫാമിലിയിലാണ് ഈ ഒരു പ്ലാന്റ് പെടുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ വളരെയേറെ സിമ്പിളാണ്. മറ്റൊന്നുമില്ല, ഇതുപോലെ പൂക്കളൊക്കെ കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൂൺ ചെയ്യുന്ന ഒരൊറ്റ തണ്ട് മതി നമുക്ക് പുതുതായിട്ട് തൈ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഈ തണ്ടുകളെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ അറ്റം നോക്കി വെട്ടിക്കൊടുക്കണം. പ്രൊപ്പഗേഷൻ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ തളിർ ഭാഗം, അതായത് ഏറ്റവും മുകളറ്റം നോക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അറ്റ ഭാഗം മതി നമുക്ക് പുതുതായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് പെട്ടെന്ന് പിടിക്കുന്നത്. അതായത് നന്നായിട്ട് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണെങ്കിൽ പെട്ടെന്ന് പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റ ഭാഗം നോക്കി നമ്മൾ മുറിച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിന് വേര് വരും. വേര് വന്നതിന് ശേഷം നമുക്കെടുത്ത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നട്ടു കൊടുക്കാം. ഇത് 3-4 ദിവസം മുന്നേ മുറിച്ച് വെള്ളത്തിലിട്ടതാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇതുപോലെ നിറയെ വേരുകൾ വരും. കണ്ടില്ലേ, സിമ്പിളായി ഇതിൻ്റെ ഒരു അറ്റ ഭാഗം മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇതുപോലെ നിറയെ വേരുകൾ വരും. വേരുകൾ വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നട്ടു കൊടുക്കാം. ഇനി പോട്ടിംഗ് മിക്സ് ഇല്ല എങ്കിൽ നമുക്ക് നിലത്ത് നട്ടു കൊടുത്താലും മതി, അവിടെ നിന്ന് ഇത് പിടിച്ചു വന്നോളും. അത് അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസറും കൊടുക്കാതെയാണ് ഇത് ഇത്രത്തോളം പൂക്കളൊക്കെ ഈ ഒരു ചെടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് പൂക്കാനുള്ള DAP ഒക്കെ നൽകാവുന്നതാണ്. DAP ഒക്കെ കൊടുത്താൽ ഇലകൾ കാണാതെ ഇതിൽ നിറയെ പൂക്കളുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചായിട്ട് DAP ഇല്ല, അതുകൊണ്ടാണ് ഞാൻ DAP കൊടുക്കാതിരിക്കുന്നത്. അത്യാവശ്യം ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു മെക്സിക്കൻ ഫ്ലെയിം വൈൻ വളർത്താൻ നമ്മൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നട്ടു കൊടുക്കാൻ. അതായത് കുറഞ്ഞത് 6-7 മണിക്കൂറെങ്കിലും നല്ല വെയിൽ ലഭിക്കണം. പിന്നെ ഒത്തിരി വെയിൽ ലഭിക്കുമ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് ഇങ്ങനെ തളർന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതിനെ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കണം. പിന്നെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്യുന്നതോടൊപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് DAP വളം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. വർഷത്തിൽ 3 തവണയൊക്കെ നമുക്കിതിന് ഹാർഡ് പ്രൂണിങ് കൊടുക്കാം. പിന്നെ മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിലൊക്കെ നിറഞ്ഞ ഇല കാണാതെ ഒത്തിരി പൂക്കളുണ്ട്. അതായത് നല്ല ചൂടുള്ള സിറ്റുവേഷനിൽ ഈ ഒരു പ്ലാന്റ് നിറഞ്ഞ് പൂക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കമൻറ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ 4 പേർക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. CC ഉൾപ്പെടെയാണ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റിന്, അതായത് പൂമ്പാറ്റകളെയും പൂത്തുമ്പികളെയും ഒക്കെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ആ ഒരു ഫാമിലിയിൽപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു മെക്സിക്കൻ ഫ്ലൈം വൈൻ എന്നുള്ള ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ആ ഒരു ഫാമിലി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സ്ക്രീനിൽ കാണിച്ച നമ്പറിലോട്ട് കമൻറ്റ് ചെയ്യുക. ഈ ആഴ്ചയിൽ നമ്മൾ 4 പേരെ ഞെറുക്കെടുത്തെടുത്ത് അതിൽ നിന്നായിരിക്കും നമ്മൾ അവർക്ക് ഈ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാൽ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്നും ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ്. ഈ സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഏത് ഫാമിലിയിൽപ്പെട്ടതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. CC ഉൾപ്പെടെ ഫ്രീ ആയിട്ടായിരിക്കും ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ. ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നേജേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം സിജി നേജേഴ്സ്.